ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഡാനീസ് ഡേയ്സ്. അപ്പൊ ഇന്ന് നമ്മള് എന്റെ അടുത്ത സ്കാനിങ്ങിന് പോവാണ്. ഇത് മെയിൻ ആയിട്ടുള്ള സ്കാനിങ് ആണ് കേട്ടോ. നമ്മുടെ കുഞ്ഞിനെന്തെങ്കിലും വൈകല്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് അറിയുന്ന ഒരു സ്കാനിങ് ഉണ്ട്. അപ്പൊ ആ സ്കാനിങ് ആണ് ഞാൻ നീനു ബേബിനെ കൊണ്ടുപോണില്ല, അമ്മയുടെ അടുത്ത് ആക്കിയിട്ടാണ് കേട്ടോ പോണത്. അമ്മയ്ക്കിരുന്നത് അപ്പൊ റെഡിയായി 8 മണി. ഇപ്പൊ 8 മണിയായി. രാവിലെ 6 മണിക്ക് തന്നെ ഏട്ടൻ പോയി സ്കാനിങ്ങിന്റെ ടോക്കൺ ഒക്കെ എടുത്തു. രവിക്കുട്ടി മാമിന്റെ ടോക്കണൊക്കെ എടുത്ത്. അപ്പൊ ഞാൻ പെട്ടെന്ന് റെഡി ആയിട്ട് നമുക്ക് പോവാം. ഓക്കെ, ഞങ്ങൾ റെഡിയായി ഹോസ്പിറ്റലിലോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. 9 മണിക്കാണ് അവിടെ ഇത് ചെയ്യുന്നത്. ഇപ്പൊ 8:45 കഴിഞ്ഞു. 9 മണി ആവാറായി. അവിടെ ചിലപ്പോ രണ്ടാമത്തെ ടോക്കണാണ് കേട്ടോ. രണ്ടാമത്തെ ടോക്കണാണ് ഞങ്ങള്. അത് കഴിഞ്ഞിട്ട് ദേവക്കുട്ടി മാമിന്റെ 4ാമത്തെ ടോക്കണാണ്. അതുകൊണ്ട് പെട്ടെന്ന് എല്ലാം കഴിഞ്ഞിട്ട് വരാന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ സ്കാനിങ്ങിന്റെ റിസൾട്ട് വരാൻ കുറച്ച് സമയം എടുക്കും. ആ ഒരു ടൈമേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്നാണ് റെഡി ആയത്. ഏട്ടൻ വന്ന് 8 മണിക്കാണ് കേട്ടോ. അപ്പോൾ 8 മണിക്ക് ഞാൻ ഉറക്കം എഴുന്നേറ്റതേ ഉള്ളൂ. ഉറക്കം എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ആണ് റെഡി ആയത്. പിന്നെ അമ്മേനെയൊക്കെ ഏൽപ്പിച്ചിട്ടാണ് വന്നത്. അപ്പൊ കാശ് നമ്മളെ സ്പോട്ടിലെത്തി. ഇനി നേരെ ഹോസ്പിറ്റലിലോട്ട്. സമയം കഴിഞ്ഞു. 9 മണിക്കായിരുന്നു അപ്പോയിന്റ്മെന്റ്. ഇപ്പൊ 9:04. എന്നാലും നോക്കാം. രണ്ടാമത്തെ അല്ലേ ടോക്കൺ? രണ്ടാമത്തെ ആയതേ കാണത്തുള്ളൂ. അപ്പം വെള്ളം എനിക്ക് അവിടെ നിന്ന് വരെ വാങ്ങിച്ചു. അച്ഛന് വെള്ളം വേണം. വെള്ളം കുടിക്കണം സ്കാനിങ്. സത്യത്തിൽ പ്രഗ്നൻസിയുടെ സ്കാനിങ്ങിന് ഇഷ്ടംപോലെ വെള്ളമൊന്നും കുടിക്കണ്ട, എന്നാലും കുടിക്കാം. ഇല്ല, കഴിഞ്ഞ സ്കാനിങ് എന്താ വെള്ളം കുടിച്ചെന്ന് തോന്നുന്നു. അത് ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞ വെള്ളമൊന്നും കുടിക്കണ്ടായിരുന്നു. ഓക്കെ ഗൈസ്, നമ്മൾ ഹോസ്പിറ്റലിലോട്ട് നടക്കുകയാണ് കേട്ടോ. അവിടെ ചെന്നപ്പോഴത്തേക്കും നമ്മളെ സ്കാൻ ചെയ്യാനുള്ള പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ. അതിനകത്ത് എല്ലാ ഡീറ്റെയിൽസും ഫില്ല് ചെയ്ത് കൊടുക്കണം. നമ്മുടെ പേരും ഏജും കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറല്ല. അത് കഴിഞ്ഞിട്ട് നേരെ ദേവക്കുട്ടി മാമിൻ്റെ OPയിലേക്ക് ചെന്ന് പ്രഷർ ചെക്ക് ചെയ്തു, വെയിറ്റ് ഒക്കെ ചെക്ക് ചെയ്ത്. വെയിറ്റ് കൂടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ 60 കിലോ ആയിട്ടുണ്ട്. നല്ല ഹാപ്പിയായി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ. അപ്പോൾ നമ്മൾ ഡോക്ടർ വന്നിട്ടില്ല, അതുകൊണ്ട് നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വന്നു കേട്ടോ. ദോശയും മുട്ടക്കറിയും ചായയാണ് വാങ്ങിച്ചത്. ആൾക്കാരൊക്കെ നോക്കുന്നത്, അതാണ് എൻ്റെ കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകണം. അത് കഴിഞ്ഞിട്ടേ ഇന്ന് നമുക്ക് പ്രസവ വാർഡിൻ്റെ അടുത്തോട്ട് പോകാൻ കേട്ടോ. മെറ്റേണിറ്റി വാർഡിൻ്റെ അടുത്തോട്ട്. അപ്പോൾ കുഞ്ഞുങ്ങളെയൊക്കെ കാണാൻ പറ്റിയാല. കഴിഞ്ഞ തവണ വന്നപ്പോഴത്തേക്കും ഇത് ഡെലിവറി ഒന്നും ഇല്ലായിരുന്നു. ഇത്തവണ ചിലപ്പോൾ കണ്ടാലോ, നമുക്ക് പോവാം. നമുക്ക് ചില ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോഴത്തേക്ക് നമുക്ക് ഒരു കംഫർട്ട് ഇല്ലാത്ത നമുക്ക് ഫീൽ ചെയ്തില്ല. പക്ഷെ ഇവിടെ വരുമ്പോൾ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യാറേ ഇല്ല. എന്താണെന്ന് അറിയത്തില്ല. നമുക്ക് ഭയങ്കര പരിചയമുള്ള ഒരു സ്ഥലം. നമുക്ക് ഭയങ്കര ഒരു ഹേർട്ട് ആയിട്ട് നല്ല ക്ലോസ് ആയിട്ട് നിൽക്കുന്ന സ്ഥലം കണക്കാ തോന്നുന്നു. നമ്മുടെ അപ്പവും മുട്ടക്കറി. ഇന്ന് സാമ്പാറില്ല. അപ്പം ദോശയും ചമ്മന്തിയും മാത്രമേ ഉള്ളൂ. സാമ്പാറുണ്ട് കേട്ടോ. സാമ്പാർ വന്ന് ഞാൻ പറയുന്ന ചേച്ചി കേട്ടോ. സാമ്പാറും ഉണ്ട് കേട്ടോ. സൈഡിൽ ഒഴിക്കാം. ടേസ്റ്റ് അറിയത്തില്ലല്ലോ എങ്ങനെയാണ്. നല്ല ചമ്മന്തി. സാമ്പാറും ഒക്കെ. സാമ്പാറും ചായ കൊള്ളാൻ നോക്കാം. ചായയും കൊള്ളാൻ. പ്രസവാദിന്റെ അടുത്ത് വന്നു കേട്ടോ. പക്ഷെ ഒരു രക്ഷയില്ല. ഇന്ന് ആരുമില്ല. ഇന്നലെ ഉണ്ടായിരുന്നു 9:45 ആൺകുഞ്ഞായിരുന്നു. പക്ഷെ ഇത്തവണ ആരുമില്ല ഗൈസ്. ഇന്നും എനിക്ക് ഭാഗ്യമില്ല കാണാൻ. ഇനി നമുക്ക് ഓപ്പറേഷൻ തിയേറ്ററിന്റെ അടുത്തൂടെ പോവാം. അവിടെ വല്ലതും ഉണ്ടാന്ന് നോക്കാം. കാണത്തില്ല. ഉണ്ടായിരുന്നെങ്കിൽ സിസ്റ്റർ പറഞ്ഞാണ്. സിസ്റ്റർ അടുത്ത് ചോദിച്ച് വല്ലതും ഉണ്ടോ. ഒന്നുമില്ല. പിന്നെ സ്കാനിങ്ങിന്റെ റിസൾട്ട് എന്തുവാണെന്ന് ഞാൻ പറയാം കേട്ടോ. നമ്മള് സ്കാനിങ് എല്ലാം കഴിഞ്ഞ് ഡോക്ടറിനെ പോയി കണ്ട്. അപ്പൊ ഡോക്ടർ പറഞ്ഞ് മുട്ട, പാല്, ഏത്തപ്പഴം, നട്ട്സ് എല്ലാം കഴിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. വെയിറ്റ് കൂടിയല്ലേ, 60 കിലോ ആയി പച്ചു. അപ്പം ഇതെല്ലാം കഴിക്കണമെന്ന് പറഞ്ഞ്. പിന്നെ ഏത്തപ്പഴം കഴിച്ച വണ്ണം വെക്കുമെന്ന് പറഞ്ഞോണ്ട് ഏത്തപ്പഴം ക്യാൻസൽ ചെയ്യിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞ് നട്ട്സ്, ബദാമോ നട്ട്സ് കഴിക്കണം, ഡേറ്റ്സും 4 വീതം വെച്ച് കഴിക്കണം, പാല് കുടിക്കണം, മുട്ട തിന്നണം ഇതൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ടൊരു ബ്ലഡ് ഉണ്ട് കേട്ടോ. ബ്ലഡ് ചെക്കപ്പ്, ബ്ലഡ് ചെക്ക് ചെയ്യാൻ കൊടുക്കണമായിരുന്നു. ബ്ലഡ് ചെക്കപ്പ് ഉണ്ടായിരുന്നു. ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കണമായിരുന്നു. അത് ഇച്ചിരി എക്സ്പെൻസീവ് ആണ് കേട്ടോ. അത് ഏകദേശം 2400 രൂപ.
ആ ബ്ലഡിലാണോ ഒന്ന് കുഞ്ഞിന് എന്തേലും ഉണ്ടോ കുഞ്ഞിന് ആവശ്യമുള്ളതെല്ലാം ഇതിനകത്താന്ന് തോന്നുന്നു ചെക്ക് ചെയ്യുന്നത്. കഴിഞ്ഞ വട്ടം അങ്ങനെ ഉണ്ടായിരുന്നില്ലേ? കഴിഞ്ഞ വട്ടം തൈറോയിഡിന്റെ ഇച്ചിരി ഇതുള്ളതുകൊണ്ട് തൈറോയിഡിന്റെ മരുന്ന് കഴിക്കാൻ പറഞ്ഞായിരുന്നു കഴിഞ്ഞ വട്ടം. ഇത്തവണ ഒരു കുഴപ്പം അല്ല, അതൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു. ഇത് ഇച്ചിരി കഴിഞ്ഞ തവണ ഡോക്ടർ പറഞ്ഞ് ഇത്തവണ ഇച്ചിരി ഇതായിട്ടുള്ള എമൗണ്ട് കൂടുതലുള്ള സ്കാനിങ്ങിന് പക്ഷെ ഒരുപാടൊന്നുമില്ല. അല്ല, സ്കാനിങ് സാധാരണ 500 രൂപ എങ്ങാണ്ടാണല്ലേ? 800 അറിയാൻ കറക്റ്റ് അറിയത്തില്ല കേട്ടോ. അപ്പൊ ഇച്ചിരി റേറ്റ് കൂടിയതാണ്, അത്രേ ഉള്ളൂ. പിന്നെ ഈ സ്കാനിങ് ഇനിയിപ്പം അടുത്തതിന് സ്കാനിങ് ഒന്നുമില്ല, ഇനി അനോമലസ് ഉള്ളെന്നാണ് എനിക്ക് തോന്നുന്നത്. 13 വീക്ക് ആയിട്ടോ ബേബി. അതെ, 13 വീക്ക് ആയിരിക്കുന്നു. ഇനി വെറും 6 മാസം കാത്തിരുന്നാൽ മതി നമ്മളല്ലേ. ജൂലൈയിലാണ് കേട്ടോ എന്റെ ഡെലിവറി. നീനുവിന്റെയും മിക്കവാറും രണ്ടാമത് വരുന്ന ആളുടെ ഒരേ സമയത്തായിരിക്കും. ഒരേ മാസം അത് ഉറപ്പിച്ചെന്തായാലും എന്തായാലും ഉറപ്പിച്ചു. ഒരേ സമയത്താണെന്ന് ഇനി നോക്കി അറിയണം. പക്ഷെ ഇതിനകത്ത് കാണിച്ചേക്കുന്ന 19th ആണ് കാണിച്ചേക്കുന്നത്. പക്ഷെ എനിക്ക് ലാസ്റ്റ് ആയ പീരീഡ് വെച്ച് നോക്കുകയാണെങ്കിൽ ബേബിക്ക് 12 വീക്ക് ആവാനേ ഇതായിട്ടുള്ളൂ. പക്ഷെ ബേബി 13 വീക്ക് ആയിട്ടുണ്ട്. അല്ല, നീനുവിന്റെ കഴിഞ്ഞ വട്ടം 23-ാം തീയതി ഡെലിവറി ഡേറ്റ് പറഞ്ഞു, 27 അപ്പൊ ഇതും ചിലപ്പോ അങ്ങനെയൊക്കെ മാറി. അതെ. അപ്പൊ ഇനിയിപ്പം തിരിച്ച് നമ്മള് നേരെ വീട്ടിലോട്ട് പോവാണ്. വേറെ പ്ലാനിങ്ങും കാര്യങ്ങളും ഒന്നുമില്ല. പിന്നെ വീട്ടിൽ ചെന്നിട്ട് നമ്മളെ ഫ്രണ്ട്സ് ഒക്കെ വരും. അപ്പൊ ഒന്ന് പുറത്തോട്ടൊക്കെ പോണം. നീനു ബേബീനെ ഞാൻ വിളിച്ചപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞു നീനു ബേബി ഓൾറെഡി ഉറക്കമായി. നീനു ബേബി 7 മണിയായപ്പോ എഴുന്നേറ്റ് കേട്ടോ. 7:30 ആയപ്പോഴത്തേക്കും എഴുന്നേറ്റ്. അതുകൊണ്ട് അവള് ഇപ്പൊ കുളിപ്പിച്ചപ്പോഴത്തേക്ക് കിടന്ന് ഉറങ്ങിയെന്ന് പറഞ്ഞു. അപ്പൊ ഇനിയിപ്പോ നേരെ വീട്ടിലോട്ട് ചെല്ലുക, ഒന്ന് കിടക്കുക. പക്ഷെ നമ്മള് ഡെലിവറി ആരെങ്കിലും ഉണ്ടാന്ന് അന്വേഷിച്ചിട്ട് ഒരു ബേബീനെ പോലും കാണാൻ പറ്റിയില്ല. അതിനിപ്പോ നെക്സ്റ്റ് ടൈം ആവട്ടല്ലേ. ഇനി നെക്സ്റ്റ് ടൈം എന്തായാലും ചെക്കപ്പ് മാത്രമേ ഉള്ളൂ, വേറെ പരിപാടികളൊന്നുമില്ല. അയ്യോ, ഇപ്പോഴേ ബുക്ക് ചെയ്തിട്ട് വരേണ്ടതായിരുന്നു ഡോക്ടറിന്റേത്, കൺസൾട്ടിങ്ങിന്റേത്. എവിടെ നേരത്തെ ബുക്ക് നമ്മൾ ചെയ്താലും ബുക്ക് ചെയ്യുന്നവർക്ക് അല്ല പ്രിഫറൻസ് കേട്ടോ. ബുക്ക് ചെയ്ത് ഒരാൾക്ക് നമ്പർ ബുക്ക് ചെയ്യുന്നവർക്ക് കൊടുത്തിട്ട് പിന്നെ അവിടെ നേരത്തെ വരുന്ന ആൾക്ക് ആണ് പിന്നെ അടുത്ത ടോക്കൺ നമ്പർ കൊടുക്കുന്നത്. എല്ലാം ഭയങ്കര എല്ലാം നല്ല രീതിയിലാണ്, എല്ലാം മാനേജബിൾ ആയിട്ടുള്ള രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ടോക്കൺ ഇവിടെ ഏട്ടൻ വന്ന് രാവിലെ 6 മണിക്ക് വന്നപ്പോഴാണ് എടുത്തത്. അതുകൊണ്ട് നമുക്ക് 4 കിട്ടിയില്ലേ നമ്പർ? നമുക്ക് 4 കിട്ടി. അതുകൊണ്ട് എല്ലാം നല്ല ശുഭമായിട്ടും പെട്ടെന്ന് എല്ലാം കഴിഞ്ഞ്. അപ്പൊ നമുക്കിനിയിപ്പോ തിരിച്ചു വീട്ടിൽ പോവാം. കുറേ ദിവസം കൊണ്ട് വിചാരിക്കുന്ന നീനു ബേബിക്ക് ഒരു ബ്രഷ് മേടിക്കണോന്ന്. എന്ന് പോയാലും അത് മഞ്ഞപ്പല്ലായി തുടങ്ങി. വാ നിറയെ പല്ല, ഇതുവരെ ബ്രഷ് ചെയ്യാൻ തുടങ്ങിയില്ല. എനിക്ക് എന്നോട് തന്നെ ഇത് തോന്നുന്നു. അതുകൊണ്ട് ഇന്ന് നമ്മൾ എന്തായാലും ബ്രഷ് മേടിക്കാൻ പോകും. ഇവിടെ എവിടെയെങ്കിലും പിന്നെ കിഡ്സിന്റെ എന്തെങ്കിലും ഷോപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ കയറി വാങ്ങിക്കും. പക്ഷെ ഇവിടെ പല ഷോപ്പുകളാണ്ട് ഇപ്പൊ ഫസ്റ്റ് ക്രൈ. എന്റെ പൊന്നെ പതുക്കെ നിർത്ത്. അപ്പൊ നമ്മൾ പോയി ബ്രഷും കുഞ്ഞുങ്ങളുടെ തന്നെ പേസ്റ്റ് ഉണ്ട്, പേസ്റ്റ് വാങ്ങിച്ചിട്ട് വരാം കേട്ടോ. നീനു ബേബിക്ക് മേടിച്ച ബ്രഷ് എനിക്ക് ക്യാപ്പുള്ള മേടിക്കണോന്നായിരുന്നു. പക്ഷെ ക്യാപ്പുള്ള മേടിക്കുമ്പോഴത്തേക്കും ഇവിടുത്തെ ലെങ്ത് കുറവാട്ടോ. അപ്പൊ ഇനി തേക്കുമ്പോ അവളുടെ വായിലെങ്ങാനും തട്ടിയാലോ എന്ന് ഏട്ടന് ടെൻഷൻ. പിന്നെ തേക്കൂല അവള്. അല്ല, എനിക്ക് ടെൻഷൻ അല്ല, അവള് തേക്കത്തില്ല. പിന്നെ ഒരു അസ്വസ്ഥത തോന്നിക്കഴിഞ്ഞാൽ പിന്നെ തേക്കത്തില്ലല്ലോ. നല്ല ഫ്ലോ ആയിട്ട് അകത്തോട്ട് കയറി പോകട്ടെ. പിന്നെ ഒരു മാമാർത്തിന്റെ ടൂത്ത് പേസ്റ്റ്. ഏതാ നല്ലതെന്ന് പറയണം ഫ്രണ്ട്സ്. ടൂത്ത് പേസ്റ്റ്, ഈ ടൂത്ത് പേസ്റ്റിന് 149 രൂപ. എന്തോ ആണെങ്കിലും ഓക്കെ. അപ്പൊ ഇതാണ് മേടിച്ചത്. അപ്പൊ നാളെ തൊട്ട് നീനു ബേബിനെ ഇന്ന് വൈകിട്ട് തൊട്ട് തുടങ്ങും. വൈകിട്ടോട്ട് 2 വട്ടം നമ്മള് ഇന്ന് വൈകിട്ടോട്ട് 2 വട്ടമെങ്കിലും നമ്മൾ പല്ലേപ്പിക്കുന്നതായിരിക്കും കേട്ടോ. 2 വട്ടം ഒന്നും നടക്കുന്ന കാര്യമല്ല, 1 വട്ടമൊക്കെ തേച്ചാലായി. നമ്മളെ ഞാൻ പൊട്ടിയെന്ന് തൊട്ട് പറയുവാണ് ഏട്ടനടുത്ത് എനിക്ക് എന്തെങ്കിലും ജ്യൂസ് മേടിച്ചു തരാം. ഞാൻ വന്ന വഴിക്ക് ഒരു കട പോലും ഇല്ലായിരുന്നു ഫ്രഷ് ജ്യൂസിന്റെ. പിന്നെ നിർത്താൻ അല്ല, കട ഉള്ളതിന്റെ മുമ്പിൽ വണ്ടി എടുത്താൻ പറ്റില്ല, കാരണം റോഡ് പണി നടക്കുന്നുണ്ട്. ഇവര് ഷോപ്പിൽ വന്നിട്ടുണ്ട്. ഇനി ഉണ്ടാന്തോ അറിയത്തില്ല. ഞാൻ കാറിൽ തന്നെ ഇരുന്നാ പോരെ, ഇനി അങ്ങോട്ട് കയറണോ? ഓറഞ്ചാണോ മുസംബിയാണോ? അത് മുസംബിയാണ്. നമ്മള് വീട്ടിൽ എത്തി കേട്ടോ. നമ്മളിപ്പം നീനൊരു ബ്രഷ് ഫസ്റ്റ് എല്ലാം ആരോ ഏതോ വണ്ടി വന്നു. ഞാൻ മേടിച്ച് വണ്ടിയുടെ അടിയിൽ നിന്ന് പട്ടി ഇറങ്ങി പോകുന്നു. വീടിനകത്തോട്ട് നേരം നീനു ഇനി
ഈ പട്ടി കാരണം അച്ഛൻ പേടിച്ചു പോയില്ലേ? ഭയങ്കരമായിട്ട് പേടിച്ചു പോയി. നാശം പിടിച്ചു. ഇതാണ് കൈസറിന്റെ കാമുകി. അതാണ് ഇവിടുത്തെ അച്ഛൻ്റെ വീട്ടിലെ പട്ടിയുടെ കാമുകിയാണല്ലോ പോകുന്നത്. എന്റെ പട്ടി ഒരു പെണ്ണിനെ പോലും തിരിഞ്ഞു നോക്കാത്ത പട്ടിയായിരുന്നു. ഇപ്പൊ വായി നോക്കിയായി. നിനുമാ നിനു ഇപ്പൊ എണീറ്റോ? ആണ് അമ്മ വിളിച്ചിട്ട് ഫോൺ എടുക്കാൻ. ഞാൻ ചോറ് എന്തോ വേണോന്ന് ചോദിക്കാം. അപ്പൊ വീട്ടിൽ വന്നു. എത്ര ഉള്ള ചെറിയ വീഡിയോ ഇന്നത്തെ സ്കാനിങ് എല്ലാം കഴിഞ്ഞ് അടിപൊളിയായിരുന്നു അല്ലേ? പക്ഷേ കുറച്ച് ലേറ്റ് ആയി വീട്ടിൽ വന്ന് കയറിയപ്പോഴത്തേക്കും. അപ്പൊ ഗായ്സ് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.